വെൽക്കം. നിങ്ങൾ എപ്പോഴാவது മേ ബി ഫോർ സ്റ്റഡി ഓർ വർക്ക് നോട്ട്സ് എടുത്തിട്ടുണ്ടോ? മിക്കവാറും എല്ലാവരും എടുത്തിട്ടുണ്ടാവുമല്ലേ? അതെ. ഇന്ന് നമുക്ക് കിട്ടിയ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ വെച്ച് എഫക്റ്റീവ് നോട്ട് ടേക്കിംഗിലെ ചില ഇമ്പോർട്ടന്റ് ടെക്നീക്സ് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ. ഹൗ ടു എക്സ്ട്രാക്ട് എസെൻഷ്യൽ ഇൻഫർമേഷൻ, പിന്നെ ടൈം സേവ് ചെയ്യാനും ആൻഡ് പ്രിപ്പയർ നോട്ട്സ് ദാറ്റ് ആക്ച്വലി ഹെൽപ്പ് യു റിമെമ്പർ. അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് അൺപാക്ക് ദിസ്. എക്സാക്ട്ലി. നോട്ട് ടേക്കിംഗ് എന്നത് ശരിക്കും പറഞ്ഞാൽ വെറുതെ കേട്ടെഴുത്തല്ല. ഇറ്റ്സ് എ ക്രിട്ടിക്കൽ സ്കിൽ. വിവരങ്ങളെ ആക്റ്റീവായിട്ട് പ്രോസസ് ചെയ്യാനും പിന്നെ ഈ കീ ഐഡിയാസ് ഒക്കെ മനസ്സിലാക്കാനും ഇമ്പോർട്ടൻ്റ്ലി റീകോൾ ചെയ്യാനും ഇത് സഹായിക്കും. റൈറ്റ്. ഈ ഡിസ്കഷന്റെ പർപ്പസ് നിങ്ങൾക്ക് കിട്ടിയ ഈ മെറ്റീരിയലിലെ സ്ട്രാറ്റജീസ് ഒന്ന് ആക്സസിബിളി എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, വൈ ടേക്ക് നോട്ട്സ്? എന്തിനാണ് നമ്മൾ നോട്ട്സ് എടുക്കുന്നത്? ഈ മെറ്റീരിയലിൽ തന്നെ രണ്ട് മെയിൻ റീസൺസ് പറയുന്നുണ്ട്. ഒന്ന്, സ്പീക്കറിന്റെയോ റൈറ്ററിന്റെയോ മെയിൻ ഐഡിയാസ് റെക്കോർഡ് ചെയ്യാൻ. രണ്ട്, ലേറ്റർ റീകോളിന് വേണ്ടി, എസ്പെഷ്യലി ഫോർ എക്സാംസ് ഓർ റിപ്പോർട്ട്സ് അങ്ങനെയൊക്കെ. ശരിയാണ്. പക്ഷെ ഒരു കോമൺ മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ പലരും കേൾക്കുന്ന എവ്രിതിങ് അങ്ങോട്ട് എഴുതാൻ ട്രൈ ചെയ്യും. അത് ശരിയാണ്. അപ്പൊ ഈ മെയിൻ പോയിന്റ്സ് ചിലപ്പോൾ മിസ്സാവാൻ ഒരു ചാൻസ് ഉണ്ട്. പ്രിസൈസ്ലി. എവ്രി സിംഗിൾ വേർഡ് കോപ്പി ചെയ്യുന്നതിന് പകരം ആ ഇൻഫർമേഷന്റെ ഒരു കോർ എസൻസ് അത് ഗ്രാസ്പ് ചെയ്ത് നോട്ട് ചെയ്യുകയാണ് വേണ്ടത്. ശരി. വാട്ട്സ് ഫാസിനേറ്റിംഗ് ഹിയർ ഇസ് ഈ മെറ്റീരിയൽ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഈ സമ്മറൈസിംഗ് പ്രോസസ് ഇറ്റ്സെൽഫ് ആക്ച്വലി എയ്ഡ്സ് കോംപ്രിഹെൻഷൻ. ഓ, ഇൻട്രസ്റ്റിംഗ്. അതായത് നമ്മൾ ചുരുക്കി എഴുതുമ്പോൾ തന്നെ നമ്മൾ ആ ടോപ്പിക് നന്നായി മനസ്സിലാക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ മെയിൻ പോയിന്റ്സ് ക്യാപ്ചർ ചെയ്യണം, അതാണ് പ്രധാനം. ബട്ട് ഒരു വലിയ ടെക്സ്റ്റ് മുന്നിലിരിക്കുമ്പോൾ ഹൗ ഷുഡ് വി റീഡ് സ്പെസിഫിക്കലി ഫോർ നോട്ട് ടേക്കിംഗ്? ഈ മെറ്റീരിയലിലെ ഒരു എക്സാമ്പിൾ, ആ ഹാർട്ട് ഡിസീസ് പാസേജ്. എക്സാമ്പിൾ 1. അതൊരു നല്ലൊരു കേസ് സ്റ്റഡിയാണ്. അതെ. അവള് നമ്മുടെ പേർപ്പസ് ടൈപ്സ് ഓഫ് ഹാർട്ട് ഡിസീസസ്, കോസസ്, സിംറ്റംസ് ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നതായിരുന്നു. റൈറ്റ്. സോ ആ ഇൻഫർമേഷൻ ഉള്ള ഭാഗങ്ങൾ അത് വി നീഡ് ടു റീഡ് കെയർഫുള്ളി, കുറച്ച് ശ്രദ്ധിച്ചു വായിക്കണം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ആ സ്പെസിഫിക് പേർപ്പസുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഇല്ലാത്ത പാർട്സ് അല്ലെങ്കിൽ ചിലപ്പോൾ റിപ്പീറ്റേറ്റീവ് ഇൻഫർമേഷൻ ഉണ്ടാവാം. അതൊക്കെ വി കൻ സ്കിം ത്രൂ ക്വിക്ലി ഓർ ഈവൻ സ്കിപ്പ് ഓൾ ടുഗദർ. ഒഴിവാക്കാം. ഈ ഹാർട്ട് ഡിസീസ് എക്സാമ്പിളിൽ തന്നെ പാരഗ്രാഫ് എ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അല്ലേ? പിന്നെ പാരഗ്രാഫ് ഇ കൊളസ്ട്രോൾ സോഴ്സസിനെ കുറിച്ചും. ഇതൊന്നും നമ്മുടെ മെയിൻ പേർപ്പസിന് അത്ര റെലവന്റ് അല്ല. ശരിയാണ്. ദിസ് സെലക്ടീവ് റീഡിംഗ് സേവ്സ് എ ലോട്ട് ഓഫ് ടൈം. എക്സാക്ട്ലി. ഹിയേഴ്സ് വെയർ ഇറ്റ് ഗെറ്റ്സ് റിയലി പ്രാക്ടിക്കൽ. നോട്ട്സ് വേഗത്തിൽ എടുക്കാൻ ഈ മെറ്റീരിയൽ ചില സ്മാർട്ട് റിഡക്ഷൻ ഡിവൈസസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. റിഡക്ഷൻ ഡിവൈസസ്. ആരോസ് യൂസ് ചെയ്യാം. ഒരു ഫോർവേഡ് ആരോ ഞാനെ ഫോർ ലീഡ്സ് ടു ഓർ കോസസ്, പിന്നെ ബാക്ക്വേർഡ് ആരോ ഞാനെ ഫോർ കോസ്ഡ് ബൈ. ഇമ്പോർട്ടൻസ് കാണിക്കാൻ അണ്ടർലൈനിങ്, മാത്തമാറ്റിക്കൽ സിംബിൾസ് ലൈക്ക് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ. സ്റ്റാൻഡേർഡ് സിംബിൾസ്. അതെ, സ്റ്റാൻഡേർഡ് സിംബിൾസ് ലൈക്ക് ഡോട്ട് ഫോർ ദെയർഫോർ, ഡോട്ട് ഫോർ ബിക്കോസ്. പിന്നെ ഓഫ് കോഴ്സ് അബ്രീവിയേഷൻസ്, ഇത് വളരെ യൂസ്ഫുൾ ആണ്. യെസ്, അബ്രീവിയേഷൻസ് ആർ വെരി യൂസ്ഫുൾ. സ്റ്റാൻഡേർഡ് വൺസ് നമുക്കറിയാം ലൈക്ക് KG, MIN എക്സെട്ര. പിന്നെ കോമൺ അക്കാഡമിക് വൺസ് ലൈക്ക് EG, IE, CF. റൈറ്റ്. യു കെൻ ഈവൻ ക്രിയേറ്റ് യുവർ ഓൺ. ചിലപ്പോൾ വാക്കുകളുടെ എൻഡിങ്സ് മാറ്റിക്കൊണ്ട് ലൈക്ക് റിയാക്ഷൻ എന്നുള്ളത് റിയാക്ട് എന്നാക്കാം. ഓക്കെ. ഓർ ഷോർട്ട് ആൻഡ് ലോങ് ടേംസ് ഹാർട്ട് ഡിസീസ് എന്നുള്ളത് HD ആക്കാം, ബ്ലഡ് പ്രഷർ എന്നത് BP. എളുപ്പമുണ്ട്. ഈ മെറ്റീരിയലിലെ സ്പെസിമെൻ നോട്ട്സ് 1 ഫോർ ഹാർട്ട് ഡിസീസ് നോക്കിയാൽ മതി. അവിടെ HD എന്നും ഡാഷ് എന്നുമൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് കാണാം. കണ്ടു. ദ കീ ഇസ് കൺസിസ്റ്റൻസി. അതായത് പിന്നീട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. അതാണ് പ്രധാനം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ പിന്നെ നോട്ട്സ് എടുത്തിട്ട് കാര്യമില്ലല്ലോ. എക്സാക്ട്ലി. പിന്നെ വലിയ ടോപ്പിക്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നോട്ട്സ് ഓർഗനൈസ് ചെയ്യാൻ ഹെഡിങ്സും സബ് ഓർഡിനേറ്റ് പോയിന്റ്സും യൂസ് ചെയ്യുന്നത് വെരി ഇഫക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. അതെ, സ്ട്രക്ചർ ചെയ്യാൻ ഹെഡിംഗ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. സബ് ഓർഡിനേറ്റ് പോയിന്റ്സ് താഴെ സ്ലൈറ്റ്ലി ഇൻഡന്റഡ് ആയിട്ട്, അതായത് കുറച്ച് ഉള്ളിലേക്ക് നീക്കി എഴുതാം. ഇത് ഇൻഫർമേഷന്റെ സ്ട്രക്ചർ ഒരുമാതിരി വിഷ്വലി ക്ലിയർ ആക്കും. ശരിയാണ്. ഈ സബ്ഓർഡിനേറ്റ് പോയിന്റ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ടെന്ന് മെറ്റീരിയൽ പറയുന്നുണ്ട്. ഒന്ന് ഇൻഡിപെൻഡന്റ് പോയിന്റ്സ്. ഇൻഡിപെൻഡന്റ് അതായത് ഇവ ഹെഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആണ്,
ബട്ട് അവ തമ്മിൽ ഒരു സ്പെസിഫിക് ഓർഡർ വേണമെന്നില്ല. ഫോർ ഇൻസ്റ്റൻസ്, നമ്മൾ നേരത്തെ കണ്ട ഹാർട്ട് ഡിസീസിന്റെ 4 ടൈപ്സ്. കോൺജനിറ്റൽ, റ്യൂമാറ്റിക്. അതെ, ഹൈപ്പർ ടെൻസിവ്, ഇസ്കീമിക്. ഇവയുടെ ഓർഡർ മാറ്റിയാലും മീനിങ് മാറുന്നില്ല. ഓക്കെ. മറ്റൊന്ന് ഡിപ്പെൻഡന്റ് പോയിന്റ്സ്. ഇവ ഒരു ലോജിക്കൽ സീക്വൻസ് ഫോളോ ചെയ്യണം, ഒന്നിനു പുറകെ ഒന്നായി വരണം. ഒരു എക്സാമ്പിൾ? ഉദാഹരണത്തിന് എക്സാമ്പിൾ 4ൽ കോൾ ഫോർമേഷൻ പ്രോസസ്. അവിടെ ഓരോ സ്റ്റെപ്പും ലീഡ്സ് ടു ദ നെക്സ്റ്റ്. ആ സീക്വൻസ് ഇസ് ക്രിട്ടിക്കൽ, അത് മാറ്റാൻ പറ്റില്ല. മനസ്സിലായി. ആ ഒഴുക്ക് മുഖ്യമാണ്. ഇഫ് യു കണക്ട് ദിസ് ടു ദ ബിഗർ പിക്ചർ, സ്ട്രക്ചറിങ് യുവർ നോട്ട്സ് ദിസ് വേ, ഈ രീതിയിൽ സ്ട്രക്ചർ ചെയ്യുന്നത് ആക്ച്വലി മിറേഴ്സ് ദ ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് ദി ഇൻഫർമേഷൻ ഇറ്റ് സെൽഫ്. ഓ റൈറ്റ്, അത് നല്ലൊരു പോയിന്റാണ്. അതെ. സോ വാട്ട് ഡസ് ദിസ് ഓൾ മീൻ ഫോർ യു, ദ ലിസണർ? Effective note-taking is basically a blend of purposeful reading, clever use of reduction devices, and logical structuring. We hope ഈ മെറ്റീരിയലിലെ ഈ ടെക്നീക്സ് നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സിനെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്ന് കരുതുന്നു. ഒരു കാര്യം ഓർക്കണം, നോട്ട് ടേക്കിംഗ് ഇസ് ആൻ ആക്റ്റീവ് പ്രോസസ്, നോട്ട് പാസീവ് കോപ്പിയിങ്. അതെ. വെറുതെ റീഡ് ചെയ്യുന്നതിനേക്കാൾ ഇതുപോലെ ആക്റ്റീവ്ലി എൻഗേജ് ചെയ്ത് ഇൻഫർമേഷൻ കണ്ടൻസ് ചെയ്ത് സ്ട്രക്ചർ ചെയ്ത് ലേൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്ത് ഡിഫറൻസ് ആണ് വരുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. That's something valuable for you to maybe explore further.